ശബരിമലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 18-ാം പടിയിൽ ഉൾപ്പെടെ ഭക്തർക്ക് കയറാനാകാത്ത വിധം തിരക്ക് വരുമ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് പോലീസ് നിയന്ത്രിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സന്നിധാനത്തേക്ക് പുലർച്ചെ 3 മണി മുതൽ തുടങ്ങുന്ന ഭക്തരുടെ ഒഴുക്കാണ്. രാത്രി 11 മണിക്കുള്ള അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം വരെ ഇത് തുടരും. ഇതിനുശേഷം എത്തുന്ന ഭക്തർക്ക് സന്നിധാനത്ത് വിവിധയിടങ്ങളിലായി വിശ്രമ സൗകര്യമൊരുക്കണം. അപ്പോഴേക്കും വീണ്ടും പുലർച്ചെ 3 മണിക്ക് വീണ്ടും നട തുറക്കും. പോലീസും കേന്ദ്രസേനയും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ സംയോജിതമായ പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലകാലത്തെ താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഏറ്റവും അധ്വാനം വേണ്ടതും ശ്രദ്ധ വേണ്ടതുമായ ഇടമെന്നത് ഭക്തരെ 18-ാം പടി കയറ്റി വിടുക എന്നുള്ളതാണ്. ഈ ചുമതല ചെയ്യുന്നതാകട്ടെ പൂർണ്ണമായും പോലീസാണ്. 14 മുതൽ 15 പേരടങ്ങുന്ന സംഘം 18-ാം പടിയിൽ നിന്ന് ഭക്തരെ മുകളിലേക്ക് എത്തിച്ച് വേഗത്തിൽ ദർശന സാഹചര്യമൊരുക്കുക എന്നുള്ളത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. ഇതിനായി 4 ടീമടങ്ങുന്ന സംഘം 15 മിനിറ്റ് വീതം മാറി മാറിയാണ് ഈ ജോലി ചെയ്യുന്നത്. 15 മിനിറ്റുള്ള ഈ കഠിനാധ്വാനം കഴിയുമ്പോഴേക്കും ഇവർ നന്നായി തളർന്നിട്ടുണ്ടാകും. നമുക്ക് 3 മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത്. ഓരോ 3 മണിക്കൂറിലും 15 മിനിറ്റ് വെച്ച് വലിയ വലിക്കുന്നത്. ഓരോ ടീം നാല് ടീമായിട്ടാണ് ഒരു മണിക്കൂർ വലിക്കുന്നത്. 15 മിനിറ്റ് ഒരാൾ നിന്ന് വലിക്കും ഒരു പടിയിൽ. സ്ട്രെയിൻ എന്തായാലും ഉണ്ടാവും. കാരണം ഡ്യൂട്ടി അത്രയും നമുക്ക് ആ ഒരു കുറഞ്ഞ സമയത്ത് മാക്സിമം ആളുകളെ കയറണമല്ലോ. അല്ലെങ്കിൽ പമ്പയിലാണെങ്കിലും മറ്റു ഭാഗങ്ങളാണെങ്കിലും ആൾ തിരക്ക് വരും. മാക്സിമം ആളുകളെ കയറ്റുക എന്നുള്ളത് പടിയിലാണ് കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. പ്രായം ചെന്നവർ, ഭാരമേറിയവർ, അസുഖമുള്ളവർ, അങ്ങനെ വരുന്ന ഓരോ ഭക്തന്റെയും ശാരീരിക പരിമിതികളെ മനസ്സിലാക്കിക്കൂടെ വേണം ഈ ജോലി ചെയ്യാൻ. ഓരോ മണിക്കൂറിലും 18-ാം പടി കയറുന്ന ഭക്തരുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കുന്നുണ്ടാകും. കൂടുതൽ ഭക്തർ പുറമെ ദർശനത്തിന് കാത്തു നിൽക്കുകയും വരിയുടെ വേഗത കുറയുകയും ചെയ്താൽ ഇവർക്ക് മേലധികാരികളിൽ നിന്നും സമ്മർദ്ദവും ഉണ്ടാകും. 1 മിനിറ്റിൽ 90 മുതൽ 100 പേർ വരെ പടി കയറണമെന്നാണ് ഏകദേശ കണക്ക്. അതിൻ്റെ അത്രയും തിരക്ക് വരുന്നതെന്ന് വെച്ചാൽ ആളുകൾ കടന്നു പോകുക എന്നുള്ളത് വേണമല്ലോ. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ മൊത്തത്തിൽ ഉണ്ടാവും. അതിൻ്റെ ഒരു മാത്രം ഉണ്ടോ ഒരു ഡ്യൂട്ടിയുടെ ഭാഗം. ദിവസവും 1 ലക്ഷത്തിനടുത്ത് ഭക്തരെത്തുമ്പോൾ ഇവർ എത്രമാത്രം കഠിനാധ്വാനം നടത്തിയാലാണ് ഓരോരുത്തർക്കും സുഖദർശനം സാധ്യമാവുക എന്ന് ഒന്നാലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇവരുടെ കൈപ്പിടിച്ച് 18 പടികൾ കടന്ന് ഓരോ വിശ്വാസിയും അയ്യനിലേക്ക് അടുക്കുമ്പോൾ തിരക്കിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചെറിയ വീഴ്ച സംഭവിച്ചു പോയാൽ ഈ അധ്വാനമോർത്ത് നമുക്കത് ക്ഷമിക്കാവുന്നതേയുള്ളൂ. ക്യാമറാമാൻ സുരേഷ് പുന്നക്കാടിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, സന്നിധാനം.